വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവെ മരിച്ച ജെൻസന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇപ്പോൾ അമ്പലവയലിലെ വീട്ടിൽ നിന്നും മൃതദേഹം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പള്ളി സമിതിയിലാണ് ഇനി സംസ്കാര ചടങ്ങുകൾ നടക്കുക. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുജിത്ത്, ഒരു നാടിന് താങ്ങാനാവാത്ത ദുഃഖം നൽകിക്കൊണ്ടാണ് ജെൻസന്റെ മടക്കം. ഒരുപക്ഷെ ആ മേഖലയിലാകെ തന്നെ ഈ നിലവിലുള്ള വലിയ ആഘാതം, അതായത് ഉരുൾപൊട്ടൽ ദുരന്തം സമ്മാനിച്ചതാണ്. അതിന് പിന്നാലെ ഒരു നാടിനെ മൊത്തം വീണ്ടും സങ്കടക്കടലിലാക്കിയാണ് ജെൻസൺ മടങ്ങുന്നത്. ഒരുപാട് ഓർമ്മകളുണ്ട്. ഒപ്പം ശ്രുതി എന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച അപ്പുവിനെ വളരെ സ്നേഹത്തോടെ, ഇപ്പോൾ സങ്കടത്തോടെ ഓർക്കുന്നുണ്ട് ആ ജനത ഒന്നാകെ. അപ്പോൾ അവർക്ക് താങ്ങുന്നതിലും അപ്പുറമാണ് ആ സങ്കടമെന്ന് മനസ്സിലാവുന്നു. നമ്മൾ കണ്ടതാണ് വീട്ടിലെ ദൃശ്യങ്ങളെല്ലാം. ഇപ്പോൾ സെമിത്തേരിയിലേക്ക് എത്തിയിട്ടുണ്ടോ വിവരങ്ങൾ? മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ആണ്ടൂരിലെ നിത്യസഹായ മാതാ പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. ഫാദർ വിക്ടർ മെൻഡോസിൻ്റെ നേതൃത്വത്തിലാണ് അത്തരം തിരുകർമ്മങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇവിടുത്തെ പള്ളി വികാരിയാണ് അദ്ദേഹം. മൃതദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. അത് നേരെ ആദ്യഘട്ടത്തിൽ പള്ളിയിലേക്ക് കയറ്റിയ ശേഷം അവിടെ മറ്റ് അന്തിമ ചടങ്ങുകളെല്ലാം തന്നെ നടക്കും. അതിനുശേഷമാണ് സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പള്ളിയിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഫാദർ വിക്ടർ മെൻഡോസിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം തിരുകാർമ്മികത്വം വഹിക്കുന്നതാണ് ഈ ചടങ്ങ്. ആ ചടങ്ങിന് ശേഷം മൃതദേഹം നേരെ പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ആണ്ടൂരിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഇടവകയാണിത്. അത്രമേൽ വൈകാരികമായ ഒരു അന്തരീക്ഷം, സങ്കടം നിറഞ്ഞ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ ജെൻസന്റെ സംസ്കാര ചടങ്ങുകൾക്ക്, അതിൻ്റെ അന്തിമമായ ചടങ്ങുകളിലേക്ക്, കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ആംബുലൻസിൽ നിന്നും താഴേക്ക് പുറത്തേക്ക് ഇറക്കുന്നു. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വീട്ടിൽ അതിവൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് അമ്മയും സുജിത്തിലേക്ക് എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിലേക്ക് ഇപ്പോൾ ജെൻസന്റെ മൃതദേഹം എത്തിക്കുകയാണ്. അവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷമാണ് പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് മനസ്സിലാക്കുന്നു. വലിയ ഒരു ആൾക്കൂട്ടം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ജെൻസന് പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അടുത്ത ബന്ധുക്കൾ എല്ലാവരുമുണ്ട്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഈ പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഇടവകക്കാരനാണ് ജെൻസൺ. അങ്ങനെ ഇപ്പോൾ ഈ ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിലേക്കാണ് ഇപ്പോൾ മൃതദേഹം എത്തിയിട്ടുള്ളത്. അവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകളുണ്ട്. അതിനുശേഷമാണ് സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക സംസ്കാരത്തിനായി. വലിയ സങ്കടം അവിടെയൊക്കെ അണകെട്ടി നിൽക്കുന്നുണ്ട്. ആ സങ്കടക്കടലിലൂടെയാണ് ആ മൃതദേഹം ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് കാണാം. അവിടെ പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്. ഒപ്പം നമുക്ക് കാണുന്നത് പോലെ ആ ഇടവയിലെ മറ്റ് അംഗങ്ങൾ, ജെൻസന് പ്രിയപ്പെട്ട എല്ലാവരും അവസാനമായി ജെൻസന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുമുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ശ്രുതി ഇനി എന്തു ചെയ്യും എന്നൊരു ചോദ്യം ചോദിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജെൻസനെയും ശ്രുതിയെയും നമ്മൾ 24-ൻ്റെ സ്ക്രീനിൽ കണ്ടത് ഈ കഴിഞ്ഞ പ്രേക്ഷക സമ്മേളനത്തിൻ്റെ ദിവസമാണ്, സെപ്റ്റംബർ 1-ാം തീയതി. അവിടെ കൽപ്പറ്റയിൽ 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കുന്ന വേദിയിൽ ശ്രുതിയും ജെൻസനും ഒരുമിച്ച് വന്നിരുന്നു. അവിടെയും ജെൻസൺ പറഞ്ഞു, ഇനി ശ്രുതി ഒറ്റയ്ക്കല്ല, ശ്രുതി ഒരിക്കലും ഒറ്റയ്ക്കായിട്ടില്ല, ഞാനുണ്ട് അവൾക്ക് തുണയായി. ഈ ജീവിതകാലം മുഴുവൻ ഞാനൊപ്പം ഉണ്ടാകും, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്യാനും സഹായത്തിനുമായി ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ശ്രുതി എന്ത് ചെയ്യും എന്ന് ഓർത്ത് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ എന്നുകൂടി ജെൻസൺ പറയുമായിരുന്നു. പക്ഷേ അത് അറം പറ്റുന്ന രീതിയിൽ തന്നെ ഒരു അപകടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ജെൻസനും ശ്രുതിയുമൊക്കെ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് അപകടത്തിൽപ്പെടുന്നതിൽ വലിയ ഗുരുതരമായ പരിക്കാണ് ജെൻസന് ഉണ്ടായത്. വെന്റിലേറ്ററിൽ കഴിയേണ്ട അവസ്ഥയുണ്ടായിരുന്നു 2 ദിവസം. അതിന് പിന്നാലെയാണ് മരണം സംഭവിക്കുന്നത്. ശ്രുതിക്കും ആ അപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും ശ്രുതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അല്പസമയം മുൻപാണ് ശ്രുതിയെ ജെൻസനെ കാണിക്കാൻ കൊണ്ടുപോയത് മൃതദേഹം. പക്ഷേ അതൊരു അതിവൈകാരികമായ വിടപറയൽ ആയിരുന്നു എന്ന് പറയാം. കാരണം ഇപ്പോൾ നമുക്ക് കാണാം ജെൻസന്റെ അമ്മ ആ സങ്കടം താങ്ങാൻ കഴിയാതെ അവിടെ തുടരുന്നുണ്ട്.
മകന് തൊട്ടടുത്ത്, മകൻ്റെ മൃതദേഹത്തിൻ്റെ തൊട്ടടുത്ത് അപ്പു എന്ന സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന ജെൻസൺ, അവരെല്ലാം വലിയ സങ്കടക്കടലിലേക്ക് ആഴ്ത്തി യാത്രയാവുകയാണ്, അന്ത്യയാത്ര ആവുകയാണ്. പ്രണയത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി ജെൻസനെ കാണുന്നുണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം. വിവാഹം നിശ്ചയിച്ച പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാക്കിയ വലിയ ആഘാതം, മാതാപിതാക്കളെയും സഹോദരിയും എല്ലാം നഷ്ടപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി. പക്ഷെ അപ്പോഴും ജെൻസൺ അവളെ ചേർത്ത് പിടിച്ചു. ഈ വിവാഹം നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആർഭാടമായി നടത്താൻ കഴിയില്ലെങ്കിൽ കൂടി ഞാൻ എന്നും എൻ്റെ എല്ലാ സഹായങ്ങളും തുണയുമെല്ലാം ശ്രുതിക്ക് നൽകുമെന്ന് പറഞ്ഞ് ജെൻസനെ ഓർക്കുന്നു. പക്ഷേ അതെല്ലാം വിഫലമാവുന്നു. പ്രഷർ കാണുന്നത് പോലെ ഇപ്പോൾ ഒരു ഭാഗത്ത് ശ്രുതി തൻ്റെ പ്രിയതമന് അന്ത്യയാത്ര നൽകുന്ന ദൃശ്യമാണ്. ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ബെഡിന് സമീപം ജെൻസന്റെ മൃതദേഹം കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് കാഴ്ചകളാണ്. അതിപ്പോൾ പള്ളിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ തുടങ്ങുന്നു. അതിന് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഭാഗ്യം ഈ മകനെ കൈവരികയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു,
കാഴ്ചപ്പാട് വലിയ വികാരങ്ങൾ കൊണ്ട് നിറച്ചിരുന്നു. ആ പ്രിയപ്പെട്ട ജെൻസൺ രംഗബോധമില്ലാത്ത കോമാളി എന്ന മരണത്തെ സാഹിത്യകാരന്മാർ വിശേഷിപ്പിച്ചതുപോലെ കയറി വന്ന് എടുത്തുകൊണ്ട് പോയതിൻ്റെ നൊമ്പര സ്മരണകൾ നമുക്ക് ആർക്കും സഹിക്കാൻ പാടുള്ളതല്ല എന്ന് സത്യമാണ്. ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളൂ. മരിച്ചു പോകുന്നവരാരും നശിച്ചു പോവുകയല്ല, മറിച്ച് തിരിച്ചു പോവുകയാണ്. ആത്മാവ് എവിടെ നിന്നാണോ വന്നത് അതേ ദൈവത്തിരുസന്നിധിയിലേക്കുള്ള തിരികെ പോക്കാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത്. ഈ മകന്റെ ജീവൻ നശിച്ചു പോവുകയല്ല, മറിച്ച് ദൈവത്തിരുസന്നിധിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ പ്രിയപ്പെട്ട മകന്റെ ആത്മാവ് നിത്യമായ ശാന്തി അനുഭവിക്കുവാനൊക്കെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ട മകന്റെ വേർപാടിൽ വേദനിച്ച് വിലപിച്ചു വരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേര്, പ്രത്യേകിച്ച് യാക്കോബായ സുറിയാനി സഭ അഥവാ ഭദ്രാസനത്തിൻ്റെയും പേരുള്ള ആദരാഞ്ജലികളും അനുശോചനവും അതോടൊപ്പം